ഇത് കെട്ടി നിൽക്കൽ തന്നെ വലിയ ദോഷമാണ്. ഇതിന് ഒടയും ഈ 21 ഒലിയും കെട്ടുമ്പോൾ തന്നെ തെയ്യക്കാരന് ക്ഷീണം വരുന്ന ഒരവസ്ഥയാണ്. അത് സഹനശക്തിയാണ് നമ്മളെ. അത് വൈകുന്നേരം വരെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ആ തെയ്യക്കാരനെ സംബന്ധിച്ച് വളരെ വിഷമങ്ങളാണ്. ഡയാലിസിസ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഡയാലിസിസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 6 വർഷമായി. കണ്ണിന് ബുദ്ധിമുട്ടാണ്. കണ്ണിന് ഒരു 10 വർഷത്തോളമായി ബുദ്ധിമുട്ടായിട്ട്. ഉത്തര മലബാറിലെ ജീവനുള്ള ദൈവങ്ങളാണ് തെയ്യങ്ങൾ. എന്നാൽ ഭക്തർക്ക് അനുഗ്രഹവർഷം ചൊരിയുന്ന തെയ്യം കലാകാരന്മാരുടെ ജീവിതകഥകൾ അധികമാരും അറിയാറില്ല. ചുട്ടുപൊള്ളുന്ന കനൽക്കുന്നിൽ നെഞ്ചുതല്ലി വീണുരുണ്ട് അഗ്നിയെ പരിഹസിക്കുന്ന തെയ്യക്കോലം, വിഷ്ണുമൂർത്തിയെന്നും ഒറ്റക്കോലമെന്നും വിളിപ്പേരുള്ള തീച്ചാമുണ്ടി. തെറ്റൊന്നും ചെയ്യാതിരുന്നിട്ടും ജന്മിയുടെ വാളിനിരയായി തീർന്ന പാലന്തായ് കണ്ണന്റെ ജീവിതമാണ് തീച്ചാമുണ്ടിയായി കെട്ടിയാടുന്നത്. തെയ്യാനുഷ്ഠാനത്തിൽ കോലക്കാരുടെ ശരീരമേറ്റെടുക്കുന്ന സഹനങ്ങൾക്ക് സമാനതകളില്ല. മനുഷ്യ ശരീരത്തെ നമുക്ക് സങ്കല്പിക്കാനാകുന്നതിനുമപ്പുറം പരീക്ഷിക്കുന്ന തെയ്യമാണ് ഒറ്റക്കോലമെന്ന തീച്ചാമുണ്ടി. 300 ഡിഗ്രിയിലധികം ചൂടുള്ള ഒരു കനൽക്കോനയിലേക്കാണ് ഒരു മനുഷ്യനായ തെയ്യം എടുത്തു ചാടുന്നത്. ലോകത്തിലെവിടെയും കാണാത്ത അങ്ങേയറ്റം അപകടകരമായ ഒരു അനുഷ്ഠാന കലയാണിത്. പകൽ മുഴുവൻ വിറക് കത്തിച്ച കനൽ ഒരു കൂനയായി കൂട്ടിയിടും. ഈ തീക്കുണ്ടത്തിലേക്കാണ് തീച്ചാമുണ്ടി ചാടുന്നത്. അരയിൽ കെട്ടിയ കയർ കുറെ ആളുകൾ പിടിച്ചിരിക്കും. ഇവരാണ് തീച്ചാമുണ്ടിയെ തീയിലേക്ക് വലിച്ചിടുന്നതും തിരിച്ചെടുക്കുന്നതും. ഇവരുടെ ശ്രദ്ധയൊന്ന് പാളിപ്പോയാൽ മാരകമായി പൊള്ളലേൽക്കും. 1ഉം 2ഉം തവണയല്ല, ഈ പൊള്ളുന്ന തീക്കനലിൽ 100-ലധികം തവണയാണ് തീച്ചാമുണ്ടിക്കോലം ചാടേണ്ടത്. ഈ അനുഷ്ഠാനം നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമാകും. കടുത്ത രോഗത്തെയും വേദനയെയും കടിച്ചമർത്തിയാണ് തെയ്യം നമുക്കിന്ന് അനുഗ്രഹങ്ങൾ തരുന്നത്. ഈ ആചാരങ്ങൾ കാരണം ദുരിതപൂർണമായ ജീവിതമാണ് മലബാറിലെ നിരവധി തെയ്യം കലാകാരന്മാർ നയിക്കുന്നത്. അതിനൊരു ഉദാഹരണമാണ് തളിപ്പറമ്പിലെ ഈ കോലധാരി. ഞാൻ 3 വർഷം വിക്രാന്തത്ത് കെട്ടിയിരുന്നു. അതിൽ 2ാമത്തെ വർഷമാണ് എന്നെ ആചാരപ്പെടുത്തിയത്. പണിക്കാർ 109 തവണ വീണിട്ട് ആചാരപ്പെടുത്തിയത്. പിന്നെ തെയ്യം സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇത് ആചാരത്തിന് മാത്രം നമ്മൾ ചെയ്യുക. ഇത് ഒരു മത്സരം ബുദ്ധിയോടുകൂടി നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇത്ര വീണം, ഇത്ര തവണ വീണം, അങ്ങനെ ഒന്നും പാടില്ല. ദോഷഫലങ്ങളെന്ന് വെച്ചാൽ ഇത് കെട്ടി നിൽക്കൽ തന്നെ വലിയ ദോഷമാണ്. ഇതിന് ഒടയും ഈ 21 ഒലിയും കെട്ടുമ്പോൾ തന്നെ തെയ്യക്കാരന് ക്ഷീണം വരുന്ന ഒരവസ്ഥയാണ്. അത് സഹനശക്തിയാണ് നമ്മളെ. അത് വൈകുന്നേരം വരെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ആ തെയ്യക്കാരനെ സംബന്ധിച്ച് വളരെ വിഷമങ്ങളാണ്. പിന്നെ ഇത് ഈ വെണ്ണീരിൻ്റെ പൊടി അതെല്ലാം നമ്മുടെ ശ്വാസകോശത്തിന് എല്ലാവരും ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അതിന് നല്ല ചികിത്സയും കാര്യങ്ങളും എടുത്തില്ലെങ്കിൽ ഭാവിയിൽ അത് മോശമാണ്. കണ്ണിന് മോശം വരും. കറക്റ്റ് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെയെല്ലാം കുറേ വിഷമങ്ങളുണ്ട് ഇതിന്. കണ്ണിന് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു അങ്ങനെ ഇത് എല്ലാവരും എടുക്കുന്നുണ്ട്, ഇഷ്ടം പോലെ കെട്ടുന്നുണ്ട്, അവർക്കൊന്നും ബാധിച്ചില്ല. പക്ഷേ എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ട് വന്നു കണ്ണിന്. ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഡയാലിസിസ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഡയാലിസിസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 6 വർഷമായി. 6ാമത്തെ വർഷമാണ്. കണ്ണിന് ബുദ്ധിമുട്ടാണ്. കണ്ണിന് ഒരു 10 വർഷത്തോളമായി ബുദ്ധിമുട്ടായിട്ട്. ആദ്യം കുറേ ചികിത്സ ചെയ്തിനി, ഇപ്പോൾ ചികിത്സയൊന്നുമില്ല. അങ്ങനെ അങ്ങ് പോന്നു. ഞാൻ കെട്ടിയത് ഒന്ന് ഗുളികൻ ദൈവം, പിന്നെ വിഷ്ണുമൂർത്തി, പിന്നെ ഈ ഒറ്റക്കോലം. ഞാൻ കുറച്ച് വലുതായിട്ടാണ് കെട്ടാൻ തുടങ്ങിയത്. ജീവിതം വളരെ ബുദ്ധിമുട്ടാണ് പോകുന്നത്. അങ്ങനെ അനിയനും അമ്മയും അവരെല്ലാം സഹായിക്കുന്നതുകൊണ്ട് അങ്ങനെ പോന്നു. വേറെ ഭാര്യയ്ക്ക് ജോലി എടുക്കാൻ പറ്റുന്നില്ല. ആഴ്ചയിൽ 3 തവണയാണ് ഇപ്പം ഡയാലിസിസ് ചെയ്യുന്നത്. 100-ലധികം തവണ തീയിൽ ചാടുന്നതുൾപ്പെടെ മത്സരബുദ്ധിയോടെയുള്ള ഇന്നത്തെ ആചാരങ്ങൾ തുടർന്നു പോവുകയാണെങ്കിൽ കോലക്കാരുടെ ശിഷ്ടജീവിതം അങ്ങേയറ്റം ദുരിതപൂർണമായിരിക്കുമെന്നാണ് ഫോക്ലോർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഗിരീഷ് പൂക്കോത്ത് പറയുന്നത്. ഈ മത്സരബുദ്ധിയോടുകൂടിയുള്ള ഇത്തരം തീപ്പണക്ക് എന്ന് പറയുന്ന അനുഷ്ഠാനം നമ്മുടെ ഈ പ്രദേശത്തുള്ള കാവധികാരികൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ഇനിയുള്ള കാലങ്ങളിൽ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം വടക്കൻ മേഖലയിലുള്ള ആളുകളൊക്കെ അവിടുത്തെ കാവിലേക്കുള്ള
തീച്ചാമുണ്ടിയുടെ അഗ്നിപ്രവേശം എന്ന് പറയുന്നത് അഷ്ടദിക്പാലകന്മാരെ വണങ്ങിക്കഴിഞ്ഞാൽ അത് തീർന്നു എന്നുള്ളതാണ്. അതായത് 8 കൈ മേലേരി വണങ്ങിയാൽ അവിടെ അനുഷ്ഠാനങ്ങൾ അവിടെ അവസാനിച്ചു. പക്ഷേ നമ്മുടെ പ്രദേശത്ത് അതല്ല സ്ഥിതി. 50 100 അല്ല, 100ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ അവരെ പണിക്കർ സ്ഥാനം നൽകി ആചാരപ്പെടുത്തൂ എന്നുള്ള സ്ഥിതിവിശേഷമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരിക്കലും ആശാവഹമായ ഒരു കാര്യമല്ല. ഒരു പണിക്കർ എന്ന ഒരു സ്ഥാനപദവി നൽകി ആചാരപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് പോലും അറിയാത്ത കാവധികാരികളാണ് ഇപ്പോൾ കാവിൻ്റെയൊക്കെ തലത്തൊട്ടപ്പന്മാരായിട്ട് ഉള്ളത്. ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ പഠിക്കാനല്ല, നേരെ മറിച്ച് ഏറ്റവും കീഴാളരായിട്ടുള്ള ജനസമൂഹത്തെ ഏതെല്ലാം രീതിയിൽ വേദനിപ്പിക്കാൻ പറ്റുമോ ആ രീതിയിലുള്ള കാര്യങ്ങളാണ് കണ്ടുവരുന്നത്. തീർച്ചയായിട്ടും ഇത്തരം അനാചാരങ്ങളും ദുരാചാരങ്ങളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് പാടെ തള്ളിക്കളയേണ്ട സമയമായിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. തീച്ചാമുണ്ടിയായി വേഷം കെട്ടുന്ന ഭൂരിഭാഗം പേരുടെയും പിന്നീടുള്ള ജീവിതം മരുന്നിൻ്റെയും യാതനയുടെയും ലോകത്താണ്. അതുപോലെ ജീവൻ പണയം വെച്ചാടുന്ന ഈ കലാകാരന്മാർക്ക് മതിയായ സുരക്ഷയെങ്കിലും ഒരുക്കണം. വരും തലമുറയെങ്കിലും ഇത്തരം മത്സരബുദ്ധിയോടെയുള്ള ആചാരങ്ങളിൽ നിന്ന് വ്യതിചലിക്കട്ടെ. കെട്ടിയാടുന്ന ദൈവങ്ങൾക്ക് മുന്നിൽ സങ്കടങ്ങളും പ്രതീക്ഷകളും സമർപ്പിക്കുന്ന കാത്തിരിപ്പാണ് ഓരോ തെയ്യക്കാലവും. വേഷം അഴിച്ചുമാറ്റിയാൽ പിന്നെ തെയ്യക്കാരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ മാത്രം. തളിപ്പറമ്പിൽ നിന്നും നേഹ നായർ, കേരള ഓൺലൈൻ ന്യൂസ്.